ഇന്നലെ രാത്രി 9:30 മണിയോടുകൂടിയാണ് കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചിപ്പോൾ ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളുടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പണിമുടക്ക് നടത്തുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നിന്നാണ് പ്രധാനമായും ഈ പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്നത്. ഈ ഗുരുവായൂർ റൂട്ടിലുള്ള സർവീസുകൾ അതിലെ തൊഴിലാളികൾ പണിമുടക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം ഭാഗത്തേക്ക് അതുപോലെ തന്നെ ഷൊർണൂർ ഭാഗത്തേക്കെല്ലാം പോകുന്ന യാത്രക്കാർ ആകെ വലഞ്ഞിരിക്കുകയാണ്. ആർക്കും തന്നെ ബസ് ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും ഈ സ്റ്റാൻഡിലെത്തി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചുള്ളൂ. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ബസ് തൊഴിലാളികളാണ്, ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പണിമുടക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നം ഉണ്ടായത്? ബ്ലോക്കിൽ വെച്ചിട്ട് ഇന്നലെ രാത്രി 9:30 കൂടിയിട്ട് രാജപ്രഭ ബസ്സിൻ്റെ ബാക്ക് ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. അതുപോലെ തന്നെ പറളയിൽ ഫ്രണ്ട് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചാലിശ്ശേരിയിൽ ഇതുപോലെ ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. നിരന്തരമായിട്ട് പ്രൈവറ്റ് ബസ്സിനെതിരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കൊരു സുരക്ഷതയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ട്രേഡ് യൂണിയനോ മറ്റുള്ള സംഘടനകളല്ല, ഞങ്ങൾ ഡ്രൈവേഴ്സും കണ്ടക്ടർമാരും ചേർന്ന് സംയുക്തമായിട്ട് ബസ്സുകൾ നിർത്തി ഞങ്ങൾക്ക് സുരക്ഷത വേണം. ഈ പ്രതികളെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമയം. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും ബസ് ഇല്ല, ബസ് എടുക്കുന്നില്ല. നമുക്ക് തല്ലുകൊണ്ട് ഓടാൻ വയ്യ. ഇതിന് തീരുമാനം ആവട്ടെ. എന്നിട്ട് നമുക്ക് പ്രതികളെ പിടിക്കുന്നില്ല. ചാലിശ്ശേരി പ്രതികളെ പിടിച്ചിട്ട് വെറുതെ വിട്ടയച്ചു. തീരുമാനം ഉണ്ടായിട്ടില്ല. ആ വണ്ടി ഗ്ലാസ് എറിഞ്ഞ് പൊളിച്ചു. 4 ദിവസം വണ്ടിയോടെ കടന്നു. പ്രതിനെ പിടിക്കാണ്ടെന്നിട്ട് പോലീസുകാർ അവിടുന്ന് തീരുമാനം പറഞ്ഞിട്ട് വണ്ടി ഓടാൻ തുടങ്ങി. പ്രതിനെ പിടിച്ചിട്ട് അവർ അത് കോംപ്രമൈസ് ആക്കി വിട്ടു. ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു നടപടി വേണമെന്നാണ്. അതെ, ഒരു നടപടി എടുത്താൽ ഞങ്ങളതിന് സമരം പിൻവലിച്ച് ഞങ്ങൾ വണ്ടി എടുക്കാൻ തയ്യാറാണ്. മുന്നോട്ട് ഈ സമരമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ. ഇനി അങ്ങനെ ഞങ്ങൾക്കൊരു സുരക്ഷിത എന്തായാലും വേണം. ഇതാണ് ബസ് തൊഴിലാളികളുടെ ഒരു വികാരം എന്ന് പറയുന്നത്. അവർ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാവുന്നു. ചാലിശ്ശേരിയിൽ വെച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുരിശാങ്കുളത്തും ബ്ലോക്കിൽ വെച്ചെല്ലാം ഇത്തരത്തിൽ ബസ്സിന് നേരെ കല്ലേറുണ്ടായി. പലതവണ കംപ്ലയിൻറ്റ് ചെയ്തതും ഇതിലൊരു കൃത്യമായിട്ട് നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ചാലിശ്ശേരിയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ പിടിച്ചതിന് ശേഷം പോലീസ് ഈ പ്രതികളെ വെറുതെ വിട്ടു. അതേപോലെ തന്നെ മറ്റ് 2 കേസുകളിലും പോലീസ് പ്രതികളെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പണിമുടക്ക് നടത്തുന്നത്. ഏതായാലും നിരവധി യാത്രക്കാരാണ് ഈ പണിമുടക്കിനെ തുടർന്ന് ഇപ്പോൾ വലഞ്ഞിരിക്കുന്നതെന്ന് വേണം പറയാൻ. പക്ഷേ ബസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം ഈ നിരന്തരമായിട്ടുള്ളൊരു ആക്രമണത്തിൽ അവർക്ക് കൃത്യമായിട്ട് സംരക്ഷണം കിട്ടുന്നില്ല. ആ സംരക്ഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പണിമുടക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.